KSRTC ബസ്സുകളാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത്. വൈകിട്ട് 6:15 അപകടമുണ്ടായത്. വിഴിഞ്ഞം പുതിയ പാലത്തിലേക്ക് കയറുന്ന വളവിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ അപകടമാണ് ഉണ്ടായത്. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്? എന്താണ് വിവരങ്ങൾ ഷഫീദ്? തലനാരിഴയ്ക്ക് ഒഴിഞ്ഞ വലിയ അപകടം എന്നുള്ളതാണ് നാട്ടുകാരടക്കം നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. അല്പസമയം മുൻപ് ഏതാണ്ട് 6:15 കൂടിയാണ് വിഴിഞ്ഞത്ത് ഈ അപകടം ഉണ്ടാകുന്നത്. വിഴിഞ്ഞം പുതിയ പാലത്തിലേക്ക് കയറുന്ന വളവിലായിരുന്നു ഈ അപകടം നടന്നത്. KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഒന്നൊരു പഴയ KSRTC ബസ്സും മറ്റൊന്ന് KSRTC സ്വിഫ്റ്റിന്റെ പുതിയ ബസ്സുമാണ്. സിറ്റി സർക്കുലർ പുതിയ ബസ്സുമാണ്. ഇത് രണ്ടുമാണ് കൂട്ടിയിടിച്ചത്. ഈ KSRTC സ്വിഫ്റ്റ് ബസ് ഈ അപകടശേഷം മറ്റൊരു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുന്നതും മതിലിന്റെ ഭാഗത്തേക്ക് ഇടിച്ച് നിൽക്കുന്നതും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് 7ഓളം പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രവുമല്ല, ഇതിൽ 2 ബസ് ഡ്രൈവർമാരുടെയും ആരോഗ്യനില അത് ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തേക്ക് വന്ന ബസ്സും വിഴിഞ്ഞത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ബസ്സിൽ കാര്യമായ വൈകുന്നേരം സമയമായതുകൊണ്ടും ശിവരാത്രി ഉൾപ്പെടെയുള്ള തിരക്കുള്ളതുകൊണ്ടും ബസ്സിൽ കാര്യമായ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ 7 പേർക്ക് മാത്രമാണ് കാര്യമായ പരിക്കേറ്റത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പരിക്കേറ്റവരെ സമീപത്തുള്ള ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ 2 ബസ് ഡ്രൈവർമാരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന നടപടികളിലേക്കും കടക്കുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു അപകടമായിരുന്നു. അതിൽ 7 പേർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ശ്രീജിത്ത്. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വിഴിഞ്ഞത്താണ് വൈകിട്ട് 6:15 ഈ അപകടം ഉണ്ടാവുന്നത്. വിഴിഞ്ഞം പുതിയ പാലത്തിലേക്ക് കയറുന്ന വളവിൽ വെച്ചാണ് അപകടം. 2 പേരുടെ ആരോഗ്യനില അത് 2 KSRTC ബസ്സിൻ്റെയും ഡ്രൈവർമാരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പം ഗുരുതരമാണ്. 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.